കുറച്ച് ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഇപ്പോൾ കുറച്ച് കറിവേപ്പിലയും നമ്മൾ പച്ചമുളകും കൂടി ഇടും. എന്നിട്ട് നമ്മൾ അരച്ചെടുക്കാൻ പോവാണ് ബീഫിന്. ആ അമ്മാവൻ അതിലേ പോകുന്നുണ്ടല്ലോ. അമ്മാവൻ വെള്ളത്തിലോ, വീടൊന്നും വെള്ളത്തിലല്ല, മറ്റേ വണ്ടി കയറൂന്നല്ലേ പറഞ്ഞേ. ആ അതുകൊണ്ട് മാത്രമാണ് അത് പുള്ളിക്ക് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞേ. കാറ് വരുമല്ലോ. നമ്മൾ മീറ്റ് മസാലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കുക്ക് ചെയ്തെടുത്ത് ബീഫ് 1 കിലോ ഉള്ളൂ കേട്ടോ. വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. നമ്മൾ കടുക് ഇടണം. നെയ്യ് ഉപയോഗിക്കേണ്ടടുത്ത് നെയ്യ് ഉപയോഗിക്കാതെ നല്ലതായിരിക്കും. അപ്പം നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ ഹാഫ് ആയിട്ട് അരച്ച്, മൊത്തം അരച്ചില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇടാൻ പോവാണ്. നമ്മൾ ഇച്ചിരി പച്ചമുളകും കാന്താരിമുളകും, ഇത് ഉണ്ട് കാന്താരിമുളകാണ്, വീട്ടിൽ തന്നെ ഉണ്ടായത്. പച്ചമുളക് ഇതിനകത്തില്ല, എല്ലാം കൂടി ഇടുന്നു. പിന്നെ മറ്റേ ചില്ലി ഫ്ലേക്സ് ഇടേണ്ടവർക്ക് അത് ഇടാം കേട്ടോ. എക്സ്ട്രാ കുറച്ച് 3-4 ചുവന്നുള്ളിയും കൂടി അരിഞ്ഞിടുന്നുണ്ട്. നമ്മൾ അരപ്പ് ഏതാണ്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് കൂടുതൽ മല്ലിപ്പൊടി, മുളക് പൊടി നേരത്തെ ഇട്ടുകൊണ്ടാണ്, പിന്നെ കുറച്ച് മീറ്റ് മസാല കുറച്ച് ഇടുക, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, എന്നിട്ട് സെറ്റാക്കിയിട്ട് ഇളക്കുക. കുറച്ച് കുരുമുളക് പൊടി കൂടി വേണം. കുറച്ച് ഇടുക. പച്ചമണം പോയി കഴിയുമ്പോഴാണ് നമുക്ക് കുറച്ച് ബീഫ് ഇടാം. അത് തന്നെ. ഒരു 2 ഡ്രോപ്പ് ലെമൺ ജ്യൂസ് ഒഴിക്കാം കേട്ടോ, നല്ലതാണ്. കുറച്ച് മതി, 1 കിലോ ബീഫുള്ളൂ, അതുകൊണ്ട് കുറച്ച് മതി. ബീഫ് ഫുള്ളിട്ടു കേട്ടോ. കുറച്ച് വെള്ളമുണ്ട്, ഇത് ഒന്നുകൂടെ വറ്റട്ടെ. അപ്പോൾ ബീഫ് ഒന്നുകൂടെ വേവും, നല്ല പേസ്റ്റ് പരുവത്തിലായി കുഴമ്പ് പോലെ ഇരിക്കും കേട്ടോ. ഇനി ഉപ്പ് പോരെങ്കിൽ ഇത് കഴിഞ്ഞ് നിങ്ങൾ ആവശ്യമനുസരിച്ച് ഉപ്പിടുക. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് കറക്റ്റാണ്. ശരിക്കും ഇത് വറ്റണം, അപ്പോൾ ഒന്നുകൂടെ വേവും. പച്ച വെളിച്ചെണ്ണ